ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പ്രഥമ അത്ലറ്റിക് മീറ്റിൽ കൊല്ലം ഫാത്തിമ മാതാ കോളേജ് സെന്റർ ഓവറോൾ ചാമ്പ്യന്മാർ. എറണാകുളം മഹാരാജാസ് കോളേജ്, മലപ്പുറം മുണ്ടുപറമ്പ് ഗവൺമെന്റ് കോളേജ് എന്നിവ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മറ്റ് സർവകലാശാല കായികോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രായപരിധിയും പ്രത്യേക കായിക വിഭാഗമില്ലെന്ന പരിമിതിയും ഒഴിവാക്കിയാണ് 2 നാൾ നീണ്ട അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിച്ചത്. അത്യന്തം വാശിയേറിയ പോരാട്ടത്തിൽ ഇഞ്ചോടിഞ്ചു പൊരുതി കൊല്ലം റീജിയണൽ സെന്ററിന് കീഴിലുള്ള ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ കായിക കിരീടം സ്വന്തമാക്കി. മന്ത്രി GR അനിലിന്റെ അധ്യക്ഷതയിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ കേരളത്തിലാകെയുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിതാക്കളുടെ ഒരു സംഗമം എന്ന നിലയിൽ മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് വന്നവരും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു പാൻ കേരളയല്ല, പാൻ ഇന്ത്യയാണ് എന്ന് മാത്രമല്ല, ഓപ്പൺ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഓൺലൈൻ ആണല്ലോ, വിദേശത്തൊന്നും ഉണ്ടാവാം. ഒരു യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾ പങ്കെടുത്തു എന്നതാണ് മറ്റൊരു പ്രത്യേകത. എറണാകുളം മഹാരാജാസ് കോളേജിലെ BA മലയാളം വിദ്യാർത്ഥികളായ സ്നേഹയും റിയയും മീറ്റിൽ സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. തങ്ങൾ പരിഗണിക്കപ്പെടുന്നതിൽ സന്തോഷമെന്ന് സ്നേഹ കൈരളി ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ഇടയിലെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹം എന്ന് പറയാം എങ്കിൽ കൂടി ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ്. അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെയും കേരള യൂണിവേഴ്സിറ്റി കായിക വിഭാഗത്തിന്റെയും പിന്തുണയോടെയാണ് അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.